ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഉണർന്നുകൊള്ളുക. കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെക്കുറിച്ചാണ് ചിന്തിച്ച് തുടങ്ങിയത്. ഉണർന്നുകൊള്ളുക. ഒന്നാമത് നാം ചിന്തിച്ചത് ഉണർന്നുകൊള്ളുക. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യമാണ് ചിന്തിച്ചത്. വായിക്കാം. 13-11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ. നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികമടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനായി എപ്പോഴും നമ്മെ തന്നെ ഒരുക്കി ജാഗരിച്ച് കാത്തിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉണർവുള്ളവരായിരിക്കണം. സർദീസ് സഭയ്ക്ക് പറ്റിയ അപകടം അവർ മയങ്ങിപ്പോയി എന്നുള്ളതാണ്. അന്ന് ആത്മീയമായൊരു മയക്കം അവർക്ക് സംഭവിച്ചു. ആത്മീയമായ ഒരു ചലനശേഷിയില്ലാത്ത അവസ്ഥ അവർക്ക് വന്നു. ചിലർ ജീവനുണ്ട്, പക്ഷേ ചാവാറായിരിക്കുന്നു. ചിലർ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലർ ഉറങ്ങിക്കിടക്കുന്നു. അങ്ങനെ ആ സർദീസ് സഭ വളരെ ദയനീയമായൊരവസ്ഥയിലായിപ്പോയി. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കിത് നേരിട്ട് കാണാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കാണാം. ചിലപ്പോൾ നമുക്ക് ആത്മീയമായ ഒരു മയക്കം വരും, ആത്മീയമായ ക്ഷീണം വരും, ആത്മീയമായ വിരസത വരും, ആത്മീയമായ ഒരു വിരക്തി വരും. ഒരു സമയത്തുണ്ടായിരുന്നതായ കരുത്തും ശക്തിയും എല്ലാം ചോർന്നു പോയതുപോലെ തോന്നും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം കിട്ടാതെ വരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതായ ഒരു അനുഭവം ലഭിക്കാതെ പോകുന്നു. ഒരു മ്ലാനതയോ ഒരു മയക്കമോ നമുക്ക് സംഭവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഉണർന്നുകൊള്ളുക. നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. 16-13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരിപ്പാൻ പറയുന്നു. ഉണർന്നിരിക്കുക, എപ്പോഴും ജാഗരിച്ചിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. നമുക്ക് വീണ്ടും വായിക്കാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പിശാച് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. എങ്ങനെ ആരെ വിഴുങ്ങേണ്ടു, ആരെ നശിപ്പിക്കേണ്ടു, ആരെ ജീവിതം തകർത്ത് കളയേണ്ടു എന്ന് നോക്കി പിശാച് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഒരു അന്ധകാര ശക്തിയുണ്ട്. നാം നേരിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അദൃശ്യമായി ഒരു ദുഷ്ടശക്തി എപ്പോഴും നമ്മുടെ ചുറ്റും നമ്മെ വീഴിക്കാൻ നിൽക്കുന്നുണ്ട്. നാം അത് കണ്ടാൽ വാസ്തവത്തിൽ നേരിട്ട് കാണുകയാണെങ്കിൽ നാം ഭയന്നു പോകും. അത്രമാത്രം ക്രൂരന്മാരും ഭീകരന്മാരുമായ ചില രാക്ഷസന്മാർ നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. നമുക്ക് ഈ പുറമേയുള്ള കണ്ണോട് കാണാൻ പറ്റുന്നില്ല. അത്ര ഭയങ്കരന്മാരാണ്. ഓരോരുത്തരെയും എങ്ങനെ വീഴിക്കണമെന്ന് പിശാചിനറിയാം. ഒരാൾ വീഴിക്കുന്ന രീതിയിലായിരിക്കില്ല പിശാച് വേറൊരാളെ വീഴിക്കുന്നത്. എങ്ങനെ വീഴിക്കേണ്ടു, എങ്ങനെ തകർത്ത് കളയേണ്ടു, എങ്ങനെ അവനെ നശിപ്പിക്കേണ്ടു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് പറയും, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാതാകും, ചിലപ്പോൾ നമുക്ക് കൂട്ടായ്മയ്ക്ക് വരാൻ താല്പര്യമില്ലാതാകും, ചിലപ്പോൾ തിരുവചനം വായിക്കാൻ താല്പര്യമില്ലാതാകും, ചിലപ്പോൾ നമുക്ക് തനിയിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരന്തരം നമ്മെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തിയുടെ വലിയ സ്വാധീനമുണ്ട്.
പിശാചിൻ്റെ സ്വാധീനം. ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള ഈ സാത്താൻ്റെ വ്യാപാരങ്ങൾ നമ്മുടെ മേൽ വരാതെ വണ്ണം നാം നമ്മെ തന്നെ കരുതേണ്ടതാണ്. നാം ജാഗ്രതയായിട്ടിരിക്കേണ്ടതാണ്. ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ഭരിക്കാതിരിക്കാനായിട്ട് നാം ഉണർന്നിരിക്കണം. മൂന്നാമതായി മത്തായിയുടെ സുവിശേഷം 26-41 വാക്യം, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷകൾ വീണുപോകും. പരീക്ഷ, സാത്താൻ പല പ്രലോഭനങ്ങൾ നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. അത് ഓരോന്നും നമുക്കുള്ള പരീക്ഷകളായിരിക്കും. പ്രലോഭനങ്ങൾ, ചില തിന്മയ്ക്ക് വേണ്ടിയുള്ള പ്രേരണകൾ, പ്രലോഭനങ്ങൾ. സാധാരണഗതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരും. ചിലപ്പോഴെല്ലാം നാം വീണു പോകാവുന്ന സാഹചര്യം വരും. വളരെ ശക്തമായി തീരുമാനമെടുത്തു, കോപിക്കില്ല എന്ന്. പക്ഷേ ചില സാഹചര്യം വരുമ്പോൾ ശത്രു നമ്മെ അപകടത്തിൽ വീഴിക്കും, നാം കോപിച്ചു പോകും. പിശാച് നമ്മളെ വീഴിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എപ്പോഴും നാം ജാഗ്രതയോടിരിക്കേണ്ടതാണ്. ഏതെല്ലാം വഴിയിലാണ്. ചിലപ്പോൾ ഒരു വാക്കിൽ നമ്മെ പിടികൂടും, ഒറ്റയ്ക്കൊരു വാക്കിൽ. അതുകൊണ്ടാണ് 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാവ് കൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞായിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വായ തുറക്കാതെ ഊമനായിരുന്നു, നന്മയെ കണ്ണിവെക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. അപ്പോൾ എൻ്റെ ധ്യാനത്തിങ്ങൾ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സംസാരിക്കുന്നതിനെ ഉള്ളിൽ തീ കത്തണം. തീ കത്താതെ സംസാരിക്കരുത്. ആരോടും എന്തും കയറി പറയാൻ പോകരുത്. ഒരാൾ ഉപദേശിക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. നാം നല്ല കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്. നല്ല കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി നാം ഉപദേശിച്ചു കൊടുക്കുകയാണ്. പക്ഷേ സൂക്ഷിക്കണം, ശത്രു അവിടെ നമ്മെ ഉപദ്രവിക്കാൻ ഇടയുണ്ടാകും. അതിന് സാധ്യതയുണ്ട്. വായിച്ച് 39-1 മുതൽ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. വായി കടിഞ്ഞാണിട്ട് കാക്കണം. ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണം എന്ന് പ്രാർത്ഥിക്കും. ഇല്ലേ, ഇതാ പ്രാർത്ഥിക്കുന്നുണ്ട്. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾ നമ്മുടെ വായിക്ക് കാവൽക്കാർ നിർത്തണം. സംസാരത്തിൽ സൂക്ഷിക്കണം. വളരെ നിഷ്കളങ്കമായ രീതിയിലായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നത്. പക്ഷേ എവിടെയോ ശത്രു ഉന്നം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും വീഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാവ് കൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞായിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. ഉരിയാടാതെ ഊമനായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നു, മൗനമായിരുന്നു. ഉരിയാടാതെ ഊമനായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ഞാൻ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. പറയാൻ തോന്നുന്നുണ്ട്, പറയണം തോന്നുന്നുണ്ട്. പക്ഷെ സങ്കടം പൊങ്ങി വന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ചൂട് എൻ്റെ ഹൃദയത്തിൽ കിട്ടി, ചൂട് പിടിച്ചു. അപ്പോൾ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ധ്യാനത്തിങ്കൽ തീ കത്തുന്നു. ഹൃദയത്തിൽ ചൂട് പിടിച്ചു, ധ്യാനത്തിൽ തീ കത്തുന്നു. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സ്തോത്രം. നാവെടുത്ത് സംസാരിക്കുന്നതിന് മുൻപ് നാം ഒന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതിന് മുൻപ് സൂക്ഷിക്കണം. ഇത് എവിടെയെങ്കിലും പിടിക്കാൻ ഇങ്ങനെ പിശാച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ദുഷ്ടശക്തി നമ്മുടെ വീര്യം കെടുത്തുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാന്യം വരുത്തുവാനും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ നിൽക്കണം. ദുഷ്ടനായ പൈശാചികൻ തന്ത്രപൂർവ്വം നോക്കിക്കൊണ്ട് നമ്മൾ വീഴിക്കാൻ നോക്കുമ്പോൾ നാം നമ്മെ തന്നെ കരുതിക്കൊണ്ട് നാം ധ്യാനത്തിൽ തീ കത്തിയിട്ട് സംസാരിക്കാവൂ എന്ന് തീരുമാനിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനിവിടെ എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തന്നെ സംസാരിക്കണമെന്നുണ്ടോ? ഞാൻ പറയേണ്ടത് എന്തായിരിക്കണം? എൻ്റെ നാവിനെ നിയന്ത്രിച്ചു കൊള്ളണമേ. ഈ പ്രാർത്ഥനയോടുകൂടി വേണമെന്ന് എപ്പോഴും നിൽക്കാൻ വളരെ സൂക്ഷിച്ച് വേണം, വളരെ കരുതലോടുകൂടി വേണമെന്ന് നിൽക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് അപകടം പറ്റിപ്പോകും, അബദ്ധം പറ്റിപ്പോകും. പിശാച് ആ വാക്കും കൊണ്ട് ഉടനെ ദൈവത്തിലേക്ക് ചെല്ലും. ഇവൻ എൻ്റെ വകയാണ്, ഇവൻ എൻ്റെ വകയാണ്, അവൻ ഇന്ന കാര്യത്തിൽ അവൻ സംസാരിച്ചതിൽ തെറ്റുപറ്റി നിനക്ക് ദൈവമേ നീ കാണുന്നില്ലേ, അതുകൊണ്ട് ഇവൻ എൻ്റെ വകയാണ്. പിശാച് അവകാശം പറയും, ദൈവം വേദനയോടെ നോക്കി നിൽക്കും. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയായിരിപ്പീൻ. പരീക്ഷകൾക്കെതിരായി നാം ജാഗ്രതയോടെ ഇരിക്കണം, ഉണർന്നിരിക്കണം. നാലാമത്തെ കാര്യം, മത്തായി 24:42. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴെന്ന് അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഓരോ ദിവസവും പരീക്ഷകൻ നമ്മെ പ്രലോഭനങ്ങളിൽപ്പെടുത്തി നശിപ്പിക്കാതിരിക്കാൻ ഉണർന്നിരിക്കണം. പോരാ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴെന്ന് അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇന്ന്
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ പലർക്കും അതൊരു കേട്ടുകേൾവി പോലെയായി തീർന്നിരിക്കുന്നു. അത്ര വിശ്വാസം പോരാ. കർത്താവ് രണ്ടാമത് വരുമെന്നോ മനസ്സിലാകുന്നില്ല, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞത്, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായി യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വലിയ മഹത്വത്തോടെ കർത്താവ് വീണ്ടും വരും. പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. അത് 312 ബാബമാർ കൂടി എഴുതിയുണ്ടാക്കിയ വിശ്വാസ പ്രമാണത്തിൽ, നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ രണ്ടാം ഖണ്ഡികയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ വിശ്വാസ പ്രഖ്യാപനത്തിൽ പറയുകയാണ്, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ന്യായം വിധിപ്പാൻ കർത്താവായ യേശു വീണ്ടും വരും. സഭയുടെ വിശ്വാസം അതാണ്, പിതാക്കന്മാരുടെ വിശ്വാസം അതാണ്, അത് പിതാക്കന്മാരുടെ പാരമ്പര്യം അതാണ്. സഭയുടെ യേശുക്രിസ്തു വീണ്ടും വരും. കുർബാനയുടെ ഏറ്റവും ഗൗരവമേറിയ സന്ദർഭത്തിൽ നാം പ്രതിവാക്യം ചൊല്ലി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നോക്കൂ, സഭ നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചു വരുന്നതാണ്. നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിൻ്റെ മഹത്വം ഉദിക്കുന്ന ആൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. വാങ്ങിപ്പോയവർ കൊണ്ടുള്ള പ്രാർത്ഥന, നിൻ്റെ മഹത്വം ഉദിക്കുന്ന ആൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. നിൻ്റെ വലത്തുഭാഗത്ത് നിൻ്റെ മഹത്വം ഉദിക്കുമ്പോൾ നിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നിൽക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. മഹത്വം ഉദിക്കുന്ന നാളുണ്ട്. നിൻ്റെ പുനരാഗമന ദിവസത്തിൽ താവക മഹിമോദയ ദിവസേ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ? പലപ്പോഴും നാം ഇതൊന്നും ചിന്തിക്കാറില്ല. ചിന്തിക്കണം. ഇന്നും രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് ഇന്ന് രാത്രിയാണോ നിൻ്റെ രണ്ടാമത്തെ വരവ്? ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് ഇന്ന് പകലാണോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്? എപ്പോഴും ആകാം. നിങ്ങൾ കേട്ട് ഇതൊരു തഴമ്പിച്ച അനുഭവത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത് യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതൊക്കെ തഴമ്പിച്ച അനുഭവമായിരിക്കുന്നു. ആരും നനച്ചു ചെയ്യാത്ത സമയത്തിൽ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. പെട്ടെന്ന് പിന്നെ കരയാനൊക്കെയില്ല, പിന്നെ അനുഭവിക്കാനൊക്കെയില്ല. പരിശുദ്ധാത്മാവ് മാറിക്കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് കയറി പോയി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് മണവാട്ടി സഭയെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അനുതാപം തരാൻ ആളില്ല, പരിശുദ്ധാത്മാവില്ല. പാപവും തരാൻ പരിശുദ്ധാത്മാവില്ല. ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണമെന്നാണ് തെസ്സലോനിക്യ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ തടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്. ഈ അധർമ്മത്തിൻ്റെ മർമ്മം, അന്ത്യക്രിസ്തുവിൻ്റെ വ്യാപാരം ഇന്നേ ഉണ്ട്. ദുഷ്ടശക്തിയായ പൈശാചികൻ്റെ എല്ലാ പ്രവൃത്തികളും ഇന്നുണ്ട്. പക്ഷേ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മ വൃത്തി വെളിപ്പെട്ട് വരും. ഇപ്പോൾ തടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് അങ്ങ് പറന്നുപോയതിന് ശേഷം, പരിശുദ്ധാത്മാവ് സഭയെയും കൂട്ടിക്കൊണ്ട്, വിശുദ്ധ സഭയെയും കൂട്ടിക്കൊണ്ട് പറന്നുപോയതിന് ശേഷം പിന്നീട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരികയാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം, അന്ത്യക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? കേൾക്കാറില്ലേ നിങ്ങൾ പലപ്പോഴും? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. സഭയെ ഇന്ന് പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ട് പോവുകയാണ്. മണവാട്ടി സഭയെ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എലിയാസാർ റെബേക്കയെ ഒരുക്കിയതുപോലെ അബ്രഹാമിൻ്റെ ദാസനായ എലിയാസാർ അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടി ഒരുക്കാൻ പോയപ്പോൾ ആ മണവാട്ടിക്ക് ആടെ ആഭരണങ്ങൾ നൽകി ഒരുക്കിയതുപോലെ ഇന്ന് സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആടകളും ആഭരണങ്ങളും തന്ന്. ഏതാണ് ആട? ഏതാണ് വസ്ത്രം? ഈ ആട വസ്ത്രം എന്താ? ഏതാണ്? മന്ത്രകോടി ഏതാണ്? ദൈവത്തിന് സ്തോത്രം. മഹിമാവിൻ നീരാളം, മഹിമാവിൻ്റെ നീരാളമാണ്. മഹിമയുടെ വസ്ത്രമാണ് തിരുവസ്ത്രം. മഹിമാവിൻ നീരാളം ചാർത്തി മണവാട്ടി ഒരുങ്ങി വരികയാണ്. എത്ര മനോഹരമാണ് പിതാക്കന്മാർ ക്രമീകരിച്ച ക്രമീകരണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഖേദം വേണ്ട മശിഹായിൽ മൃതിപൂണ്ടോരേ, ആസന്ന പ്രതിഫലമേകും പുനരുത്ഥാനദിനെ, ഏഴെണ്ണി കവറുകളിന്നും നിങ്ങളെഴുന്നേറ്റതിവേഗം രാജാത്മജനെ എതിരേ പാലെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും.
ഒരു മഹിമാവിൻ നീരാളം നമ്മളെ പുതപ്പിച്ച് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. പറന്നു പോകാൻ, ആകാശമേഘങ്ങൾ പറന്നു പോകാൻ, മൃതരെ ജീവിപ്പിക്കാൻ എഴുന്നള്ളുന്ന രാജാവ് മൂകിലഴകിന്മേൽ ആഘോഷനായി വരുമ്പോൾ നയവാന്മാർ മാത്രം അങ്കിയണി നേരേൽപ്പാനായി പോകും. വിശുദ്ധന്മാർ മാത്രമേ പോവുകയുള്ളൂ. നയവാന്മാർ, നീതിവാന്മാർ മാത്രമേ പോവുകയുള്ളൂ. ഇന്ന് ആടിപ്പാടി നടക്കുന്ന ബഹുജനങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു, കുർബാനയിൽ സംബന്ധിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൊള്ളുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പലർക്കും സാധിക്കുന്നില്ല. പലരും അതൊന്നും ചിന്താവിഷയമാക്കുന്നേയില്ല. എന്താണ് സഭ? എന്താണ് സഭയുടെ കർത്തവ്യം? സഭയുടെ ചുമതല എന്താണ്? സഭ എന്താണ് നിർവഹിക്കേണ്ടത്? സഭയുടെ മക്കളാകുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് മഹിമാവിൻ നീരാളം ചാർത്തുന്നതിന് വേണ്ടി ഒരുങ്ങുക, തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുക, മണവാളൻ്റെ മണവാട്ടിയാകാനുള്ളതായി വിരിപ്പാവ്, മന്ത്രകോടി അത് ധരിക്കാനായിട്ട് ഒരുങ്ങുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ നിങ്ങൾ പാടുന്ന പാട്ടുകളല്ലേ, ഗീതങ്ങളല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം നമുക്ക്. എപ്പോൾ വന്നാലും പറന്നു വരാൻ നമുക്ക് സാധിക്കണം. എപ്പോൾ വന്നാലും ഏത് സമയത്താണ് കർത്താവ് വരുന്നത് അറിയാകിയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ നാഥൻ എപ്പോഴാണ് വരുന്നത് നിങ്ങൾ അറിയാകിയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കണം, ഉണർന്ന് സുബോധമായി ഇരിക്കണം. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത വേണം. കർത്താവേ, എൻ്റെ യേശു എപ്പോൾ വന്നാലും കർത്താവേ, പരിശുദ്ധന്മാരുടെ നിരയിൽ എനിക്ക് പറന്നു പോകാനിടയാകണം. അവിടെ ഒരു മഹാസമ്മേളനം നടക്കും മധ്യാകാശത്തിൽ. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ മഹാസമ്മേളനം നടക്കും. എന്താണ് മഹാസമ്മേളനം? വിശുദ്ധന്മാരുടെ സമ്മേളനമാണ്. അവിടെ വെച്ച് കരുണയുള്ള കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ നൽകുന്ന സമയമാണ്. പ്രതിഫലങ്ങൾ നൽകും. അതാണ് കിരീടം എന്ന് പറയുന്നത്. വാടാത്ത കിരീടം, നീതിയും കിരീടം, തേജസ്സിൻ്റെ കിരീടം എന്നിങ്ങനെ പറയുന്ന കിരീടങ്ങൾ അതെല്ലാം അവിടെ വെച്ച് വിശുദ്ധന്മാർക്ക് നൽകും. ഒരേ ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ടുള്ളൂ, ഞാൻ വിശുദ്ധനായോ എന്ന്. ഇല്ല, ആയില്ല. ആയില്ല. യേശുക്രിസ്തു വഴിയേ ആരും പരിശുദ്ധരല്ല. ഞാൻ വിശുദ്ധനായില്ല, ശരി. പക്ഷേ വിശുദ്ധരുടെ പാതയിലാണോ നീ വന്നിരിക്കുന്നത്? ആണ്. നിൻ്റെ തെറ്റുകൾ നീ കാണുന്നുണ്ടോ? ഉണ്ട്. തെറ്റുകളെ ഓർത്ത് നീ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായും. അനുഭവിച്ച് നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. നീ മേലിൽ പാവം ചെയ്യില്ലെന്നുള്ള തീരുമാനത്തിൽക്കൊണ്ടോ? തീർച്ചയായും. ശരി, നിനക്ക് ചേർന്ന് വരാം. ഇതാണ് ആത്മീയം. ദൈവത്തിന് സ്തോത്രം. നാം ആരും തികഞ്ഞവരായിട്ടല്ല ചേർന്ന് വരുന്നത്. ആരും തികഞ്ഞവരല്ല. കർത്താവിന് സ്തോത്രം. ആരും പൂർണ്ണതയുള്ളവരല്ല, ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്ഷൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നാം പ്രകടമായ പാവപ്രവൃത്തികളൊന്നുമില്ല, ഭാഗ്യം. പക്ഷേ നമ്മുടെ ചിന്താഗതിയിലുള്ള ഇഗോ ചിന്താഗതിയിലുള്ളതായ സ്വയം, ഞാൻ പലപ്പോഴും പറയാറില്ലേ, സ്വയം അത് നമ്മിലുണ്ട് എന്ന് അറിയുകയും അത് ഓരോ പ്രാവശ്യവും അത് ഏറ്റുപറഞ്ഞ് വേദനയോടെ കർത്താവിനോട് പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് പോവുകയുള്ളൂ. നിശേഷം പോവുകയില്ലെന്ന് ഞാൻ പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും പോവുകയില്ല. ഞാൻ അനുഭവിക്കുന്ന കാര്യമായി പറയുന്നത്. ഈ ഈഗോ എന്ന് പറയുന്ന ഒരു ഭീകരനുണ്ടകത്തിരിക്കുന്നത് ഞാൻ, ഒരു ഞാൻ. ഈ അഹം സമ്പൂർണ്ണമായും മരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പറഞ്ഞെത്താൻ സാധിക്കുകയുള്ളൂ. എൻ്റേതായ താല്പര്യങ്ങൾ മാറണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റേതായ താല്പര്യങ്ങൾ മാറണം, എൻ്റെ ഇഷ്ടങ്ങൾ മാറണം, എൻ്റെ ആഗ്രഹങ്ങൾ മാറണം, എൻ്റെ ശരികളും മാറണം. സ്തോത്രം. ശരികളും മാറണം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം മാറണം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം ശരിയാകണമെന്നില്ല. മാനുഷികമായ രീതിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നു, പക്ഷേ ശരിയാകണമെന്നില്ല. എൻ്റെ ശരികളും മാറ്റി വയ്ക്കണം, എൻ്റെ ആത്മീയം മാറ്റി വയ്ക്കണം, എൻ്റെ ശുശ്രൂഷ മാറ്റി വയ്ക്കണം. എൻ്റേതായ ശുശ്രൂഷയില്ല, എൻ്റേതായ ആത്മീയമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എളിമയോടെ കർത്താവിൻ്റെ പാദം തൊട്ടുകൊണ്ട് പറയട്ടെ, കർത്താവിൻ്റെ പാദത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, ഈ ഒരു വിശുദ്ധനായി തീരുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൂട്ടായ്മ കൂടാം, വചനം കേൾക്കാം, വചനം പറയാം, സാക്ഷി പറയാം, നമുക്ക് പാട്ട് പാടാം, ഇതൊക്കെ നടക്കും, എല്ലാം നടക്കും. പക്ഷേ യജമാനൻ വാതിലടച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തു നിന്നവർ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ പോവുകയും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കും. ലൂക്കോസ് ശേഷം 13 അധ്യായത്തിൻ്റെ 3rd പാരഗ്രാഫ്. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന്, കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ചെല്ലുമ്പോൾ ഒരാൾ ചോദിച്ചു, കർത്താവേ, നിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ
ഞങ്ങൾക്ക് തോന്നുന്നു രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമാണ് തോന്നുന്നല്ലോ, അധികം പേരൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ എത്തൂലെന്ന് തോന്നുന്നല്ലോ, രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമോ എന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. കർത്താവ് പറഞ്ഞു, കടക്കാം, ഇടുക്കുവാതിലൂടെ കിടക്കാൻ പോരാടണം. ഒന്നാമത് വാതിൽ കണ്ടെത്താൻ പ്രയാസം, വാതിൽ തന്നെ കണ്ടെത്താൻ പ്രയാസം. പക്ഷേ ഇത് ഇടുക്കുവാതിലാണ്. ഇടുക്കുവാതിലൂടെ കിടക്കണമെങ്കിൽ വലിയ തിക്കും തിരക്കും, വളരെ പ്രയാസമാണ്. ഇടുങ്ങിയ വാതിലാണ്. ഇടുക്കുവാതിലൂടെ കിടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, പലരും കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പലരും കിടക്കാൻ ശ്രമിക്കും, കഴിയുകയില്ലാതാനും. പിന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടി തുടങ്ങുമ്പോൾ, നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് മുട്ടി തുടങ്ങുമ്പോൾ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് നിങ്ങളൊരു പരിചയമില്ലല്ലോ, നിങ്ങൾ എവിടുത്തുകാരാണ്, നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് കർത്താവ് പറയും. നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. കർത്താവ് ഉത്തരം പറയും, അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങും, കർത്താവേ നീ ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ നീ വന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ, നീ ഞങ്ങളുടെ തെരുക്കളിൽ കൂടി നടന്നത് നിനക്ക് ഓർമ്മയില്ലേ, ഞങ്ങൾ നിൻ്റെ പിന്നാലെ വന്നത് നിനക്ക് ഓർമ്മയില്ലേ, അന്നത്തെ ആ കൂട്ടായ്മയിൽ ഞങ്ങളുണ്ടായിരുന്നു നിനക്ക് ഓർമ്മയില്ലേ, അന്ന് ഭർത്തിമായിയുടെ കണ്ണ് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവേ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ, കർത്താവ് സക്കായിയുടെ ഭവനത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ നിനക്ക് പരിചയമില്ലേ, നല്ല ഓർമ്മയുണ്ടല്ലോ, കർത്താവ് നീ ഞങ്ങൾ പരിചയമില്ല എന്നതാ പറയുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, പരിചയം തൂക്കി തുടങ്ങുമ്പോൾ, അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിനെന്ന് പറയും. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. കേൾക്കാൻ ഇപ്പോൾ ഉള്ള വാക്കുകളല്ല ഞാൻ പറയുന്നത്, കേൾക്കാൻ സുഖപ്രദമായ വാക്കുകളല്ല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ അനീതി മാറിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാവം മാറിയില്ലെങ്കിൽ നാം പുറത്തു നിന്ന് കരയേണ്ടി വരും. പോയി നിന്നെ അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, ഞാനും ഭയത്തോടെയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതെന്ന്. ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്ന ഭയത്തോടെയാണ്, ഞാൻ തികഞ്ഞവനായിട്ടല്ല. ഞാനിതെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പിന്നെയും മാലിന്യങ്ങളുണ്ടെങ്കിൽ ഞാനും പുറത്തായി പോകുമല്ലോ, ഞാനും തള്ളപ്പെട്ടു പോകുമല്ലോ. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ ഭയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉണർന്നിരിപ്പീൻ, എപ്പോഴും ജാഗ്രതയോടെ ഇരിപ്പീൻ, എപ്പോഴും ഉണർന്നിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ഈ ജാഗ്രത വിട്ടുപോയാൽ നാം പുറത്തായി പോകും. എന്നിട്ടോ പുറത്തായി കഴിഞ്ഞാലോ, ദൈവത്തിന് സ്തോത്രം, പുറത്തായി കഴിഞ്ഞാലോ എത്രയോ ഭയങ്കരമായ കാര്യമാണ്. പിന്നെ ഒരു കാലത്തും അകത്ത് വരാൻ സാധ്യമല്ല. എന്നേക്കുമുള്ള നാശമാണ്, എന്നേക്കുമുള്ളതായ. അതാണ് നിത്യന്യായവിധി എന്ന് കർത്താവ് പറയുന്നത്. നിത്യന്യായവിധി, ന്യായവിധി നിത്യമാണ്. നിത്യ നരകമെന്ന് പറയുന്നു, നിത്യമായ യാതന എന്ന് പറയുന്നു. ഇറ്റേണൽ ടോർച്ചർ, അത് നിത്യമായ യാതനയാണ്, നിത്യമായ ദണ്ഡനമാണ്. കർത്താവിൻ്റെ വാക്ക് തന്നെയാണ്, കർത്താവ് പറഞ്ഞ വാക്ക് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വേണ്ടതായ ബോധം തരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടതായ ഉണർവ് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടിയുള്ളതായ ദാഹം നിങ്ങൾക്ക് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ചില കർമ്മപരിപാടികളല്ല, ചില അനുഷ്ഠാനങ്ങളല്ല, ചില ആചാരങ്ങളല്ല, അതിൽ അതീതമായ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായ ദൈവസ്നേഹമാണ് മേൽ വരേണ്ടത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലെല്ലാം തിങ്ങി നിൽക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ അന്തസ്സത്ത ഗ്രഹിക്കണം. അതിൻ്റെ ആന്തരാത്മാവുള്ളതായ ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരണം. കുറേ ചടങ്ങുകൾ ആചരിച്ചവർ സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ചടങ്ങുകൾ ആചരിച്ച് ചില അനുഷ്ഠാനങ്ങളിലോ ആചാരങ്ങളിലോ സംതൃപ്തരായി പോയാൽ എല്ലാവരും പുറത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം അകത്തുള്ള അകക്കമ്പിലുള്ള അർത്ഥം ഗ്രഹിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രിയജനമായി മാറണം. ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയായി മാറണം. വിശുദ്ധ മണവാട്ടിയായി മാറണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീരുമാനമെടുക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വിശുദ്ധ മണവാട്ടിയായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കറ തീർന്ന മണവാട്ടിയായി, കറ ചുളുക്കം മുതലായില്ലാത്ത മണവാട്ടിയായി, എഫേസ്യ ലേഖനം, കറ ചുളുക്കം മുതലായില്ലാത്ത മണവാട്ടിയായി തീരാൻ കർത്താവെ ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരും, ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരും. നാഥാ, നീ എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാകപ്പിഴകളെ മാറ്റണമേ. നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാനുള്ള കൃപ എനിക്ക് തരണമേ, എന്നുള്ള കണ്ണുകാഴ്ച എനിക്ക് തരണമേ, എന്നുള്ള വെളിവ് എനിക്ക് തരണമേ, അതിനുള്ള സുബോധം എനിക്ക് തരണമേ. നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ
മനുഷ്യർ കാണുന്നത് പോലെയല്ല, ഞാൻ കാണുന്നത് പോലെയുമല്ല. സ്വർഗത്തിലെ ദൈവമേ, നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണണം. അതിനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഉണരുവാൻ ഞങ്ങളോട് പറഞ്ഞതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഉണർന്നിരിപ്പിൻ ഞങ്ങളുടെ ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളെ ആളാം പ്രതി അനുഗ്രഹിക്കണമേ. ഓരോരുത്തരെയും കൃപയിൽ പൊതിഞ്ഞ് കാവൽ ചെയ്യണമേ, സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.